ഒരൊറ്റ വാക്കുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട സമയത്ത് മൗനം പാലിക്കാത്തതുകൊണ്ട് മാത്രം കൈപ്പിടിയിലൊതുങ്ങുമായിരുന്ന ഒരു വിജയം നഷ്ടമായിട്ടുണ്ടോ? നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം കാരണം സ്വന്തം ബന്ധങ്ങൾ തകർത്തെറിഞ്ഞ നിമിഷങ്ങളെപ്പറ്റി ഓർത്ത് നിങ്ങൾ പിന്നീട് ദുഃഖിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ജീവിത വിജയം എന്നത് പണത്തിലോ പദവിയിലോ വിദ്യാഭ്യാസത്തിലോ മാത്രമാണ് ഇരിക്കുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും നിർണ്ണയിക്കുന്നത് അവൻ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 1000 പേരുള്ള സദസ്സിൽ എങ്ങനെ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം, ഉള്ളിൽ തിളയ്ക്കുന്ന കോപത്തെ ചിരികൊണ്ട് എങ്ങനെ മറയ്ക്കണം എന്നറിയാവുന്നവനാണ് യഥാർത്ഥ വിജയി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും ആചാര്യനുമായ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞുവെച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയായി മാറ്റിയ ആ തന്ത്രങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ 100% പ്രായോഗികമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യനീതിയിലെ ഏറ്റവും സുപ്രധാനമായ പാഠങ്ങളാണ്. സമൂഹത്തിലെ നിങ്ങളുടെ പെരുമാറ്റം, മൗനത്തിന്റെ ശക്തി, കോപത്തെ വരുതിയിലാക്കാനുള്ള വിദ്യകൾ. ഈ വീഡിയോ മുഴുവനായി കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടാകും എന്നുറപ്പാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഒരു പുണ്യമാണ്. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഭാഗം 1. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ടുതന്നെ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകുന്നു എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. കാട്ടിലെ മരങ്ങളെ നോക്കൂ. നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത്. വളഞ്ഞ മരങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഇതിനർത്ഥം നമ്മൾ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നല്ല. മറിച്ച് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അമിതമായ സത്യസന്ധതയോ എടുത്തുചാട്ടമോ പലപ്പോഴും ആപത്താണ് എന്നാണ്. സമൂഹത്തിൽ പെരുമാറുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം സ്ഥലവും സാഹചര്യവും നോക്കി പെരുമാറുക എന്നതാണ്. എല്ലാവരോടും ഒരേപോലെയല്ല പെരുമാറേണ്ടത്. പണ്ഡിതനോട് സംസാരിക്കുമ്പോൾ വിനയത്തോടെയും യുക്തിയോടെയും സംസാരിക്കണം. എന്നാൽ മൂഢനായ ഒരാളോട് ഉപദേശിക്കാൻ നിൽക്കുന്നത് സമയം കളയലാണ്. മൂഢന്മാരോട് തർക്കിക്കാൻ നിൽക്കുന്നത് സ്വന്തം വില കളയുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് ചെയ്തു തീർക്കുന്നതുവരെ പുറത്തു പറയരുത്. പലരും തങ്ങളുടെ പദ്ധതികളും സ്വപ്നങ്ങളും ആവേശത്തോടെ മറ്റുള്ളവരോട് പറയും. എന്നാൽ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഗുണകാംക്ഷികൾ ആകണമെന്നില്ല. അസൂയയുള്ളവർ നിങ്ങളുടെ വഴിമുടക്കാം. അതുകൊണ്ട് മന്ത്രം പോലെ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. പ്രവർത്തിച്ച് വിജയിച്ച ശേഷം മാത്രം അത് ലോകമറിയട്ടെ. കൂടാതെ അമിതമായ സ്നേഹവും അമിതമായ വെറുപ്പും പ്രകടിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തീയിനടുത്ത് നിൽക്കുന്നത് പോലെയാകണം രാജാക്കന്മാരോടും അധികാരമുള്ളവരോടും സ്ത്രീകളോടും സമൂഹത്തിലെ ഉന്നതരോടുമുള്ള പെരുമാറ്റം. തീയിനോട് വല്ലാതെ അടുത്താൽ പൊള്ളും, വല്ലാതെ അകന്നാൽ തണുക്കും. അതുപോലെ കൃത്യമായ ഒരു അതിർവരമ്പ് ബന്ധങ്ങളിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ കുലത്തെയും സംസ്കാരത്തെയും വെളിപ്പെടുത്തുന്നത്. ചാണക്യൻ പറയുന്നു, സംസാരത്തിൽ നിന്ന് സ്വഭാവവും പെരുമാറ്റത്തിൽ നിന്ന് കുലമഹിമയും ശരീരത്തിൽ നിന്ന് ഭക്ഷണരീതിയും തിരിച്ചറിയാം. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ എത്ര വലിയ പണ്ഡിതനായാലും അവൻ നാശത്തെ ക്ഷണിച്ചു വരുത്തും. ഭാഗം 2. എപ്പോൾ മൗനം പാലിക്കണം. ഇനി നമുക്ക് മൗനത്തിന്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാം. പലരും കരുതുന്നത് മറുപടി കൊടുക്കുന്നതിലാണ് മിടുക്ക് എന്നാണ്. എന്നാൽ മൗനമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് ചാണക്യൻ തെളിയിക്കുന്നു. ആചാര്യൻ പറയുന്നു, വിവരമില്ലാത്തവർക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ആഭരണമാണ് മൗനം. പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ സദസ്സിൽ അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് വിഡ്ഢിയാകുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ്. മൗനം പാലിക്കുന്നിടത്തോളം കാലം ഒരു വിഡ്ഢിയും പണ്ഡിതനായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. എപ്പോഴൊക്കെയാണ് നമ്മൾ മൗനം പാലിക്കേണ്ടത്? ഒന്നാമതായി, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ. അവിടെ വായി തുറക്കുന്നത് നമ്മുടെ അജ്ഞത വെളിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. പകരം അവിടെ ഒരു കേൾവിക്കാരനായി ഇരുന്നാൽ നമുക്ക് പുതിയ അറിവുകൾ നേടാം. രണ്ടാമതായി, നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ദേഷ്യപ്പെട്ടാൽ അയാൾ വിജയിച്ചു. എന്നാൽ നിങ്ങൾ പുഞ്ചിരിയോടെ മൗനം പാലിച്ചാൽ അത് അയാളെ അസ്വസ്ഥനാക്കും. നിങ്ങളുടെ മൗനം അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായി മാറും. മൂന്നാമതായി, കുടുംബ വഴക്കുകളിൽ. പല കുടുംബ ബന്ധങ്ങളും തകരുന്നത് അനാവശ്യമായ വാക്കുതർക്കങ്ങൾ കൊണ്ടാണ്. കോപം വരുമ്പോൾ മൗനം പാലിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാം. വാക്കുകൾ അമ്പുപോലെയാണ്, എയ്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല.
ആ അമ്പ് നെഞ്ചിൽ തറച്ചുണ്ടാകുന്ന മുറിവ് ഉണങ്ങാൻ കാലങ്ങളെടുക്കും. അതുകൊണ്ട് സംസാരിക്കുന്നതിനു മുൻപ് ഇത് ആവശ്യമാണോ എന്നും ഇത് സത്യമാണോ എന്നും ഇത് ഗുണകരമാണോ എന്നും ചിന്തിക്കുക. കൊക്കും കൊക്കരിയും ഇരപിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒറ്റക്കാലിൽ അനങ്ങാതെ മണിക്കൂറുകളോളം അത് വെള്ളത്തിൽ നിൽക്കും. ചെറിയ മീനുകൾ വരുമ്പോഴൊന്നും അത് അനങ്ങില്ല. തനിക്ക് ആവശ്യമുള്ള വലിയ ഇര വരുമ്പോൾ മാത്രം അത് കൊത്തിയെടുക്കും. ചാണക്യൻ പറയുന്നത് ഒരു ബുദ്ധിമാൻ ഇതുപോലെയായിരിക്കണം എന്നാണ്. തന്റെ സമയം വരുന്നതുവരെ അവൻ മൗനമായി ക്ഷമയോടെ കാത്തിരിക്കും. ചുറ്റും നടക്കുന്ന ബഹളങ്ങളൊന്നും അവനെ ബാധിക്കില്ല. ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും അവന്റെ ശ്രദ്ധ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മൗനമാണ് ശക്തിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളോ താഴെ കുറിക്കുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഭാഗം 3. കോപം എങ്ങനെ നിയന്ത്രിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കോപം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് സ്വന്തം ഉള്ളിൽ തന്നെയാണ്. അതാണ് കോപം. ചാണക്യൻ പറയുന്നു, കോപം യമരാജാവിന് തുല്യമാണ്. അതായത് കോപം മരണമാണ്. അത് നമ്മുടെ വിവേകത്തെ കൊന്നുകളയുന്നു. കോപം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ യുക്തി നഷ്ടപ്പെടുന്നു. എന്താണ് പറയുന്നത് എന്നോ എന്താണ് ചെയ്യുന്നത് എന്നോ ഉള്ള ബോധം നമുക്ക് ഇല്ലാതാകുന്നു. കോപം കൊണ്ട് നേടാൻ കഴിയുന്നതായി ഒന്നുമില്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് താനും. ഒരു നിമിഷത്തെ കോപം കൊണ്ട് വർഷങ്ങളുടെ സൗഹൃദം, വിശ്വാസം, എന്തിന് സ്വന്തം ജീവിതം തന്നെ തകർന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ശരിയാണ്, കോപം സ്വാഭാവികമാണ്. എന്നാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ചാണക്യനീതിയിൽ ഇതിനും പരിഹാരങ്ങളുണ്ട്. 1. ക്ഷമ ശീലിക്കുക. ഭൂമിയോളം ക്ഷമയുള്ളവന് മാത്രമേ ലോകം കീഴടക്കാൻ കഴിയൂ. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ ഉടനെ പ്രതികരിക്കാതിരിക്കുക. 1 ദീർഘശ്വാസമെടുക്കുക. ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക. ഒരു ദിവസം കഴിഞ്ഞ് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് ദേഷ്യപ്പെടാതിരുന്നത് എത്ര നന്നായി എന്ന്. 2. കണ്ണാടി നോക്കുക. ദേഷ്യം വരുമ്പോൾ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് തന്നെ ഭയം തോന്നും. അത്ര വികൃതമായിരിക്കും ആ സമയത്ത് നമ്മുടെ മുഖം. മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ എത്ര മോശക്കാരായാണ് കാണപ്പെടുന്നത് എന്ന ചിന്ത തന്നെ കോപം കുറയ്ക്കാൻ സഹായിക്കും. 3. ശത്രുവിനെ തിരിച്ചറിയുക. കോപം നിങ്ങളുടെ ശത്രുവിന്റെ ആയുധമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതിലൂടെ ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമനില തെറ്റിക്കാനാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ അവന്റെ കളിപ്പാവയായി മാറി. എന്നാൽ ശാന്തനായി നിന്നാൽ ശത്രുവിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ചാണക്യൻ പാമ്പിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. വിഷമില്ലാത്ത പാമ്പ് പോലും പത്തി വിരിച്ച് വിഷമുള്ളതായി ഭാവിക്കാറുണ്ട്. അത് സ്വയരക്ഷയ്ക്കു വേണ്ടിയാണ്. അതുപോലെ ആവശ്യമുള്ളപ്പോൾ മാത്രം കോപം അഭിനയിക്കുക, പക്ഷെ ഉള്ളിൽ വിഷം, യഥാർത്ഥ കോപം സൂക്ഷിക്കാതിരിക്കുക. ഉള്ളിൽ ശാന്തതയും പുറമെ ഗൗരവവും. ഇതാണ് ഒരു നേതാവിന് വേണ്ട ഗുണം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ശക്തിപ്രകടനമാണ് ജയിക്കാനുള്ള വഴിയെന്നാണ്. എന്നാൽ ജലം പോലെയാകണം മനസ്സ്. ജലത്തിന് രൂപമില്ല, പക്ഷേ പാറകളെപ്പോലും തുരന്നു പോകാനുള്ള ശക്തി അതിനുണ്ട്. ശാന്തമായ മനസ്സിന് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും. കോപം എന്ന അഗ്നിയെ വിവേകമെന്ന ജലം കൊണ്ട് കെടുത്താൻ ശീലിക്കുക. ചുരുക്കത്തിൽ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു തികഞ്ഞ മനുഷ്യനായി എങ്ങനെ ജീവിക്കാം എന്നാണ്. സമൂഹം ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നുവോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. വിനയമുള്ള പെരുമാറ്റം, അറിഞ്ഞുകൊണ്ടുള്ള മൗനം, നിയന്ത്രണവിധേയമായ കോപം, ഇവ മൂന്നും കൈമുതലായുള്ളവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഓർക്കുക, നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വിധി. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് നാളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും, ഓരോ നോക്കും, ഓരോ ചിന്തയും ശ്രദ്ധാപൂർവമായിരിക്കട്ടെ. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മാറ്റം തീർച്ചയായും സംഭവിക്കും. നന്ദി.